സാരിയത്തിന്റെ നേതൃത്വത്തിൽ നഹാബന്ദിലേക്ക് യുദ്ധത്തിന് പറഞ്ഞുവിടുകയാണ്. യുദ്ധം കഴിഞ്ഞുകൊണ്ട് നഹാബന്ദിൽ നിന്നും സാരിയത്ത് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സാരിയത്തിനോട് ചോദിക്കുന്നു, സാരിയ, എങ്ങനെയുണ്ടായിരുന്നു യുദ്ധത്തിന്റെ അവസ്ഥകൾ? എന്തെല്ലാം പ്രയാസങ്ങളാണ് നിങ്ങൾ നേരിട്ടത്? ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ സാരിയ പറയുകയാണ്, ബഹുമാനപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ശത്രു സമുദായം മലയുടെ പിന്നിൽ ഒളിച്ചിരുന്നപ്പോ അന്തരീക്ഷത്തിലൂടെ ഒരു വെളിയാളം ഞാൻ കേൾക്കുകയാണ്, സാരിയ അൽ ജബൽ, സാരിയ അൽ ജബൽ, അൽ ജബൽ. സാരിയത്തെ പർവ്വതത്തിലേക്ക് നോക്കുക, സാരിയത്തെ പർവ്വതത്തിലേക്ക് നോക്കുക, സാരിയത്തെ പർവ്വതത്തിലേക്ക് നോക്കുക. ഞാൻ ഈ വെളിയാളം കേൾക്കുന്ന സന്ദർഭത്തിൽ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരുപാട് ശത്രുക്കൾ ആസൂത്രിതമായി കടന്നു വരികയാ. ഒരു വെളിയാളം എന്റെ ചെവിയിലേക്ക് വരികയാ. ഞാനത് കേട്ടപ്പോൾ ഞങ്ങളുടെ ബറ്റാലിയനെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ നിയമിച്ചു. ഞങ്ങൾ ചെന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അവരെ പിന്തിരിപ്പിച്ച് ഓടിപ്പിക്കുകയും ചെയ്തു. പർവ്വതത്തിന്റെ പിന്നിൽ ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വിവരം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതനുസരിച്ച് കാര്യങ്ങൾ ഞാൻ നീക്കി. ആരായിരുന്നു സാരിയത്തിനോട് ആ വിവരം പറഞ്ഞിരുന്നത്? മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. നഹാബന്ദിലുള്ള 500 നാഴിക അകലെയുള്ള നഹാബന്ദിൽ പർവ്വതത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ കാണാൻ അമീറുൽ മുഅ്മിനീന് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വെച്ച് സാധിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം കണ്ടത്? നഹാബന്ദ് എന്ന് പറയുന്ന പ്രദേശം വിജനമായ മരുഭൂമിയല്ല. പർവ്വതങ്ങൾ തടസ്സമുണ്ട്, കെട്ടിടങ്ങൾ തടസ്സമുണ്ട്, വനാവൃതമായിരിക്കുന്ന പ്രദേശങ്ങൾ തടസ്സമുണ്ട്. എന്നിട്ടും മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വെച്ച് 500 നാഴിക അകലെ മലയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ കാണാൻ ബഹുമാനപ്പെട്ട ഉമർ എന്നവർക്ക് കഴിയുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത്? ചെറുപ്രായത്തിൽ കിട്ടിയ ആത്മീയ വിശുദ്ധി, ആത്മീയ ശുദ്ധി കറപുരളാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞപ്പോൾ ശിശുപ്രായത്തിൽ കണ്ട അവസ്ഥകൾ പിൽക്കാലത്ത് നോക്കിക്കാണാൻ അവർക്ക് കഴിഞ്ഞു. ഉമർ എന്നവർ ഇത് വിളിച്ചു പറയുമ്പോൾ സാരിയത്തിന്റെ ചെവികളിലേക്ക് എങ്ങനെയാ അത് വന്നത്? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടമല്ല, മൊബൈൽ ഫോണിന്റെ സംവിധാനമല്ല. 500 നാഴിക ഇപ്പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞ വെളിയാളം സാരിയത്തിന് കേൾക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? തരംഗങ്ങൾ അന്തരീക്ഷത്തിലൂടെ കടന്നു വരികയും സാരിയത്തിന്റെ ചെവിയിലേക്ക് വരുന്നു, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുകയും ചെയ്തു. ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കാൻ പരിധികളും പരിമിതികളുമുണ്ട്. ആ പരിധിക്കപ്പുറമൊന്നും കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷെ എത്രയോ വിദൂരമായ സ്ഥലത്തേക്ക് വെളിയാളം കേൾക്കൂ, സാരിയത്ത് റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം എന്താ? സാരിയത്ത് റളിയല്ലാഹു അൻഹു ആത്മീയ ശുദ്ധി നേടിയവനാണ്. ബാല്യപ്രായത്തിൽ കിട്ടിയ തെളിഞ്ഞ ഹൃദയമുണ്ടല്ലോ, കരപുളരാൻ സൂക്ഷിച്ചവനാണ്. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നു, ആത്മീയമായ വിജയത്തിന് വേണ്ടി ശ്രമിച്ചവനാണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് കേൾക്കാൻ കഴിയാത്ത കാര്യം സാരിയത്ത് റളിയല്ലാഹു അൻഹു കേൾക്കുന്നു, സാരിയത്ത് റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. അമീറുൽ മുഅ്മിനീൻ അത് കാണുന്നു, അതിനനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നു. ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ലല്ലോ. ചെറുപ്രായത്തിൽ കിട്ടിയ ആത്മീയ വിശുദ്ധി നമ്മൾ സൂക്ഷിക്കുമ്പോ അത് നിലനിർത്താൻ നമുക്ക് കഴിയുന്നു. പക്ഷേ നമുക്ക് പല ന്യൂനതകളും പല തെറ്റുകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇടക്കിടക്ക് ചിന്തിക്കേണ്ടത്, ഈ കറപുരണ്ട ആത്മാവിനെ മെല്ലെ മെല്ലെ കഴുകിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് എന്താ മാർഗം? മെല്ലെ മെല്ലെ ആ കറകൾ ഇങ്ങനെ നീക്കിയെടുക്കാൻ പറ്റുന്ന അവസരവും സമയവുമാണ്. ഏത് സന്ദർഭത്തിലാണ് മരണം സംഭവിക്കുക എന്ന് പറയാൻ നമുക്ക് ഒക്കൂല. ആത്മാവ് ശരീരം വിട്ടകലുന്ന സന്ദർഭത്തിൽ 2 രൂപത്തിലാണ് ആത്മാവിനെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഒന്ന് ദുർഗന്ധം വമിക്കുന്ന ആത്മാവ്. ദുർഗന്ധം വമിക്കുന്ന ആത്മാവ് പറ്റേ ചത്തുപോയ ഒരു മനുഷ്യൻ. അവന്റെ ഭൗതിക ശരീരത്തിൽ നിന്നും ആത്മാവ് മുകളിലേക്ക് ഉയർന്നു പോകുന്ന സന്ദർഭത്തിൽ മലക്കുകൾ പറയും, എന്തോ ഒരു ദുർഗന്ധം, അടിച്ചു വീശുന്ന ദുർഗന്ധം, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദുർഗന്ധം. അല്ലാഹുവേ, ആത്മാവിനിങ്ങോട്ട് കൊണ്ടുവരല്ലേ, ഞങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയില്ല. അടിച്ചു വീശുന്ന ദുർഗന്ധം കൊണ്ട് ആത്മാവ് ഞങ്ങൾക്ക് വേണ്ട. ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും മാലാക്കന്മാര് കൊട്ടിയടക്കുന്നു, മലക്കുകൾ പുറന്തള്ളുന്ന ഒരാത്മാവിനെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്നുണ്ട്. കറുത്തിരുണ്ട് നശിച്ചു പോകുന്ന ആത്മാവ് രക്ഷപ്പെടാതെ പരാജയപ്പെടും.
രണ്ടാമതൊരു ആത്മാവിനെ റസൂലുള്ള പരിചയപ്പെടുത്തുന്നു. അവൻ കഴുകി ശുദ്ധിയാക്കിയവനാണ്. ആത്മീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആത്മാവിനെ അവൻ സ്ഫുടം ചെയ്തെടുത്തു. അങ്ങനെയുള്ള ആത്മാവ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചുകൊണ്ടുപോകുമ്പോ മാലാഖമാര് ആകാശലോകത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് ആത്മാവിനെ കൊണ്ടുവന്നു തരണം, ഞങ്ങൾക്കത് വേണം. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിമളമാണല്ലോ, എന്തോരു സുഗന്ധമാണ്. ഏതാണ് ആ പാവപ്പെട്ട മനുഷ്യന്? ആ മനുഷ്യന്റെ ആത്മാവ് വേഗം ഇങ്ങോട്ട് കൊണ്ടുവരണം. നല്ല സുഗന്ധമാണ്, നല്ല ആനന്ദമാണ്, എന്തോരു അനുഭൂതിയാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും മാലാഖമാര് മലർക്ക് തുറന്നു വെച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാ. ഒരു ദുർഗന്ധം വമിക്കുന്ന പരാജയപ്പെടുന്ന ആത്മാവും